ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ റമളാനായി. കേരളത്തിൽ നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് സ്വഹാബത്തിനെ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാം, കാന നബിയ്യു യുബശ്ശിറു അസ്ഹാബഹു ബിഖുദൂമി റമളാൻ. റമളാനിൻ്റെ വരവ് കൊണ്ട് സ്വഹാബിമാരെ മുത്തുനബി സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. മുത്തുനബി പറയും, ഖദ് ജാഅക്കും റമളാൻ, ഇതാ റമളാൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. റമളാൻ കടന്നു വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണത്, വളരെ പുണ്യമുള്ള മാസമാണത്. ഇഫ്തറദല്ലാഹു അലൈക്കും സിയാമഹ്, അല്ലാഹു തആല നിങ്ങളുടെ മേലിൽ ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വതുഗല്ലു ഫീഹി ശയാത്തീൻ, ആ മാസത്തിൽ പിശാചുക്കളെ കെട്ടിയിടപ്പെടും. പിശാചുക്കൾ ഈ മാസത്തിൽ ഉണ്ടാവില്ല. പിശാചുക്കളെ കെട്ടിയിടും. പിശാചിൻ്റെ ദുർബോധനങ്ങളെ കൊണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന പിഴവുകൾ, തെറ്റുകൾ ഈ മാസത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ പലർക്കും സംശയം തോന്നാം, എന്തേ റമദാനിലും പലരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, തെറ്റുകൾ ചെയ്യുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പിശാചിൻ്റെ ദുർബോധനങ്ങളെ കൊണ്ട്, മറ്റൊന്ന് നമ്മുടെ നഫ്സിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ദുർബോധനത്തിനെ കൊണ്ട്. അപ്പോൾ പിശാചിനെ മാത്രമേ കെട്ടിയിടപ്പെടുന്നുള്ളൂ, നമ്മുടെ ശരീരത്തെ കെട്ടിയിടപ്പെടുന്നില്ലല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ദുർബോധനങ്ങളെ കൊണ്ടുള്ള തെറ്റുകളാണ് റമദാനിൽ നമ്മളൊക്കെ ചെയ്തു പോകുന്നത്. അല്ലാഹു അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ രണ്ടിനോടും, പിശാചിനോടും നമ്മുടെ ശരീരത്തിനോടും നമ്മൾ എതിര് പ്രവർത്തിക്കണം. അപ്പോഴേ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഖാലിഫിൻ നഫ്സ വശൈത്വാന വഅശിഹിമ വഇനഹുമാ മഹ്ള കന്നുസ്ഹ ഫത്തഹിമി. ശരീരത്തിനോടും പിശാചിനോടും എതിര് പ്രവർത്തിക്കണം. അവ നല്ലതാണ് നമ്മളോട് തോന്നിപ്പിക്കുന്നത്, എന്നാൽ പോലും നീ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ രണ്ടിൻ്റെയും അപകടത്തെ കുറിച്ച് ജാഗ്രതയായിരിക്കണമെന്ന് ഇമാം ബുസ്സീരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയാണ്. മുത്തുനബി തുടർന്ന് പറയുന്നു സഹാബത്തിനോട്, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവുണ്ട്. മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമ, ആ ആ രാത്രിയുടെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ എല്ലാ നന്മകളും അവന് തടയപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ നല്ലതുപോലെ നാം ഉപയോഗപ്പെടുത്തണം. മാസങ്ങളുടെ നേതാവാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ലൈലത്തുൽ ഖദ്റുള്ള മാസമാണ് റമളാൻ. കാരുണ്യവർഷത്തിൻ്റെ മാസമാണ് റമളാൻ. പാപമോചനത്തിൻ്റെ മാസമാണ് റമളാൻ. നരകമോചനത്തിൻ്റെ മാസമാണ് റമളാൻ. സുന്നത്തിന് ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന മാസമാണ് റമളാൻ.
ഒരു നന്മയ്ക്ക് 700 ഇരട്ടി പ്രതിഫലാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പിശാചിനെ കെട്ടിയിടപ്പെടുന്ന അനുഗ്രഹീതമായ മാസം. ഈ മാസത്തെ നാം വരവേൽക്കണം. നല്ലതുപോലെ റമദാനിൻ്റെ കടന്നുവരവിൽ നാം സന്തോഷിക്കണം. കാരണം നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ അതിഥി ചില്ലറക്കാരനല്ല, വലിയ പവറുള്ള അതിഥിയാണ്. നല്ലതുപോലെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടമാകും. അള്ളാഹു റമദാനിനെ വേണ്ടതുപോലെ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.